മണിയോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. 10 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ഒരുക്കത്തിലാണ് അവിടെ കലാകാരന്മാരെല്ലാവരും ഉള്ളത്. നമുക്ക് നവമിയിലേക്ക് പോകാം ഒരിക്കൽ കൂടി. നവമി ഓരോ തവണയും എത്രത്തോളം വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത്രത്തോളം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട് കലാകാരന്മാരും സംഘാടകരുമെല്ലാം. നേരത്തെ നമ്മൾ കണ്ടു ക്രോക്സ് ഒക്കെ ഇട്ട് വരാൻ പോകുന്ന പുലികളായിരിക്കും ഇന്നത്തെ ഘോഷയാത്രയുടെ ഹൈലൈറ്റ് എന്നുള്ളത്. മറ്റെന്തൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ അവിടെ നിന്ന് പങ്കുവെക്കാനുണ്ട് നവമി? ആര്യതയുടെ ഓരോ കലാരൂപങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പുലികളിയും ഒപ്പം ഈ മായാവിയുടെ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. ഇനി നമുക്ക് പടയണിയുടെ സംഘാടകർ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എത്ര വർഷമായി? ഞാൻ 40 വർഷത്തേക്കുള്ളായി. ഇവിടെ അത്തച്ചമയത്ത് ഇവിടെ എല്ലാ വർഷവും എല്ലാ വർഷവും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു അത്തച്ചമയാണ് ഈ നമ്മുടെ ഓണത്തിന് മുന്നോടിയായി. അതേ ഉള്ളൂ, ഇന്നാണ് തുടങ്ങുന്നത്. ഒരു പാട്ട് കിഴക്കോട്ടു പോയ കൊമ്പിന്മേൽ ആദിത്യൻ വസിക്ക കണ്ടേ. കിഴക്കോട്ടു പോയ കൊമ്പിന്മേൽ ആദിത്യൻ വസിക്ക കണ്ടേ. പടിഞ്ഞാട്ടു പോയ കൊമ്പിന്മേൽ ചന്ദ്രൻ താൻ വസിക്ക കണ്ടേ. പടിഞ്ഞാട്ടു പോയ കൊമ്പിന്മേൽ ചന്ദ്രൻ താൻ വസിക്ക കണ്ടേ. തെക്കോട്ടു പോയ കൊമ്പിന്മേൽ ശ്രീ ദുർഗ വസിക്ക കണ്ടേ. തെക്കോട്ടു പോയ കൊമ്പിന്മേൽ ശ്രീ ദുർഗ വസിക്ക കണ്ടേ. മേൽപോട്ടു പോയ കൊമ്പിന്മേൽ പക്ഷിരാജൻ വസിക്ക കണ്ടേ. മേൽപോട്ടു പോയ കൊമ്പിന്മേൽ പക്ഷിരാജൻ വസിക്ക കണ്ടേ. ഓതറപ്പടയണിയാണ്. എത്ര പേരുണ്ട് ഇതില്? ഞങ്ങൾ ഇന്ന് 9 പേരുണ്ട്. 9 പേരാണ് ഈ വേഷം കെട്ടുന്നത്. ഇതിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത? ഇതിന്റെ ചരിത്രം ഇത് പിന്നെ ഭദ്രകാളി ദാരികമായിട്ടുള്ള യുദ്ധത്തിൽ ദാരികനെ നിഗ്രഹിക്കുകയും ആ കോപം അടങ്ങാതെ വരുന്ന ഭദ്രകാളിയുടെ കോപശമനത്തിനായി സുബ്രഹ്മണ്യൻ്റെ പ്രശ്നവിധിയാൽ ശിവഭൂതഗണങ്ങൾ ബീച്ചുപാളയിൽ ഈ ദേവിയുടെ രൂപവും ഭൂതഗണ രൂപവും എഴുതി ഈ ദേവി വരുന്ന സമയത്ത് മുന്നിൽ തുള്ളി തൻ്റെ പ്രതിരൂപം കണ്ട ദേവിയുടെ കോപശമനം ശമിച്ചു. അപ്പോൾ തിരിച്ച് ഭൂമിയിൽ നിന്നും ദേവലോകത്തേക്ക് പോകാൻ സ്വന്തം അച്ഛനായ മഹാദേവൻ പറഞ്ഞപ്പോൾ അത് പോകാൻ തയ്യാറായില്ല. അപ്പം മീനമാസം, അതായത് കൊയ്ത്തുകാലം സമയത്ത് നെൽപ്പറയിട്ട് കളമെഴുതിപ്പാട്ട് പാടി ദേവിയെ വരവേൽക്കുമെന്നുള്ള ആ ഒരു വാക്കാൽ ദേവി പോകുന്നതും ഈ നമ്മുടെ ഡിസംബർ മുതൽ അങ്ങോട്ട് വിഷു വരെ ആ സമയത്താണ് ദേവി വരുന്നതായിട്ടാണ് സങ്കല്പം. ദേവി അവരെ സ്വീകരിക്കാൻ ഭക്തജനങ്ങൾ ചെയ്യുന്നൊരു വഴിപാടുകൾ. ഇത് മാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. ഇത് വളരെ ആളുകൾ ചുരുക്കം ആളുകളാണ് ഇപ്പോൾ. ഇപ്പം ഇതുപോലുള്ള നാടൻ ഇതൊരു കാവുകലയാണ്, ക്ഷേത്രകലയല്ല, കാവുകലയാണ്.
അപ്പം ഇതിനെ ഇപ്പോൾ പുനരുദ്ധാക്കാൻ വേണ്ടി കേരള ഫോക്ലോർ അക്കാദമി നല്ലവണ്ണം പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിന്നു പോകുന്നില്ല. അല്ലെങ്കിൽ നിന്ന് പോയതിന് അക്കാദമി അങ്ങനെ ഒരു അക്കാദമി ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഇതുപോലുള്ള കലകൾ, അതായത് പിന്നെ പഴയണി, പുള്ളവും പാട്ട്, കുത്തിയോട്ടം, അതുപോലുള്ള പരിപാടിയൊക്കെ കലകളൊക്കെ നഷ്ടമായിട്ട് പോയത്. പാരമ്പര്യമായിട്ട് നിങ്ങൾ പാരമ്പര്യമായിട്ട് മുൻ തലമുറകളായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അക്കാദമിയിൽ തന്നെ? അല്ല, നമ്മൾ അവിടെ ഒരു പഴയണി കളരിയുണ്ട്, അവിടെ പഠിപ്പിക്കുന്നു. പത്തനംതിട്ട ഓതറ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ 1001 പാടയുടെ വലിയ ഭൈരവിയുണ്ട്. ഇതിനെക്കാട്ടി വലുതുണ്ട്. 1001 പാട ഈ കെട്ടിടത്തിൻ്റെ വീതം വരും. അവിടെ എല്ലാ വർഷവും പടയണി 10 ദിവസം 22 ദിവസം പടയണിയുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമല്ല. എത്ര വർഷമായി? ഞാനൊരു 6-8 വർഷത്തോളമായി ഈ ഇതിൽ ഉണ്ട്. വേഷം കിട്ടുന്നുണ്ടോ? അതോ വേഷം കിട്ടുന്നുണ്ട്. അത് വേറൊരു അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായും അനുഗ്രഹമായിട്ട് തന്നെ. എൻ്റെ അച്ഛൻ ആദ്യം അച്ഛനായിരുന്നു, പിന്നെ തുടർന്ന് ഞാനിതിൽ പഠിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്രയ്ക്കുള്ള ഇത് ആയിട്ടില്ല. എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ആര്യ പടയണി, ഓതറ പടയണിയുടെ ഒരു ചരിത്രവും അത് വർഷങ്ങളായി പാരമ്പര്യമായി തുടർന്നു കൊണ്ടുപോകുന്ന സംഘത്തെയാണ് നമ്മൾ കണ്ടത്. ഗുരു സജികുമാർ ഓതറയും സംഘവുമാണ് ഇപ്പോൾ നല്ലൊരു ഗാനം, ഈ പടയണി ഗാനമൊക്കെ നമുക്ക് വേണ്ടി ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ യൂത്തന്മാരും എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രീക്കന്മാർ, ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും വരാറുണ്ടോ? അല്ല, ഞങ്ങളോട് കൊട്ടാനായിട്ട്. കൊട്ടാൻ ചെണ്ട കൊട്ട്. അപ്പൊ പഠിക്കുന്നുണ്ടോ അതോ? ഇല്ല, പഠിക്കോളൂ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. എല്ലാ വർഷവും വരാറുണ്ടോ അതോ? എല്ലാ വർഷം വരെ കാണാൻ വരാറുണ്ട്. എല്ലാ വർഷവും ചെണ്ട കൊട്ടുന്നത് 2 വർഷം +1 ഉണ്ടായിരുന്നു. ഇപ്പൊ +2 കൊട്ടുണ്ട്. ഭയങ്കര ആഘോഷമല്ലേ? ഇതിന് മുമ്പുള്ള ഒരു റിഹേഴ്സലൊക്കെ റെഡിയാണ്. ഇനി വേഷമൊക്കെ മാറ്റണ്ടേ? അതിന് മുകളിൽ പോയിട്ട് മാറ്റണം. അപ്പോൾ അതാണ് ഇവിടെ ഒരാള് മോളെ കളരിയാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിന്റെ ആണോ അതോ? സ്കൂളിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരാണ്. അതിന്റെ ഒരുക്കങ്ങളാണല്ലേ? ഇതാണല്ലേ കോസ്റ്റ്യൂം? എത്ര വർഷമായി പഠിക്കുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായി. എവിടെയാ പഠിക്കുന്നത്? കളരി ഇവിടെ അടുത്തുണ്ട്. അടുത്ത് തന്നെയാണ്. ഇഷ്ടം ആണ് ഇങ്ങനെ കളരി പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ ഓരോ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കളരിയുണ്ട്, ചെണ്ടമേളമുണ്ട്. അങ്ങനെ വലിയ ആഘോഷങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് അവധിയാണ്, പ്രാദേശിക അവധി കൂടിയാണ് തൃപ്പൂണിത്തുറയ്ക്ക്. അപ്പോൾ കുട്ടികൾ എല്ലാവരും തന്നെ ഇതിൽ അവരുടേതായിട്ടുള്ള ഒരു കലാരൂപം അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്നു എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്രദേശവാസികളുണ്ട്, അവരോടുകൂടി ചോദിക്കാം. ചേട്ടാ, ഇവിടെ അടുത്ത് തന്നെയാണോ? എല്ലാ വർഷവും വരുന്ന ഞങ്ങൾ ഇവിടെ പടക്കത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പടക്കമായിട്ട് വരുന്ന ഞാനൊരു 10 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 10 വർഷമായിട്ട് ഇവിടേക്ക് എല്ലാ പരിപാടി അത്തച്ചമയത്തിന് വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ വലിയൊരു ആഘോഷത്തിന്റെ ദിവസം കൂടി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഓണാണെന്ന്. അതെ, നല്ല ഗംഭീരമായ പരിപാടികളൊക്കെ. ഇപ്പൊ 10 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? ഇത് കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടിയുണ്ട്. ഉച്ചക്ക് പരിപാടിയുണ്ട്, ടാബ്ലോയുണ്ട്. അത് കഴിഞ്ഞ് നൈറ്റിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഗംഭീര പരിപാടിയാണ് രാത്രി വരെ. ഗാനമേളയുണ്ടോ? ഗാനമേള എല്ലാ പരിപാടിയുണ്ട്. നാടകമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഒരു കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഈ ആളുകൾക്കൊക്കെ വലിയ ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. നാടകമുണ്ട്, ഓരോ കലാരൂപങ്ങളുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇന്നൊരു ഇവിടെ അത്തപ്പൂക്കള മത്സരവുമുണ്ട്. വൈകിട്ടോടുകൂടി 11 മണിയോടുകൂടി അത്തപ്പൂക്കളം മത്സരം ആരംഭിക്കും. വൈകിട്ടോടുകൂടി അതിൻ്റെ ഫലമൊക്കെ വരും. അങ്ങനെ ഈ തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിൻ്റെ ഈ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഓണത്തെ വിളിച്ചോതുന്ന ഒരു ദിവസം അതവർ വലിയ ഗംഭീരമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ഈ റോഡിൽ ഈ നഗരവീതിയിൽ കൂടി ഇതെല്ലാം ഒന്നിച്ചു പോകുമ്പോൾ അത് കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ നിരവധി പേരാണ്
പേരാണ് ഇവിടെ ദേ ചെറിയ കടകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ വർഷവും ഒക്കെ അതെ ഇവിടെ നവമി, കടകൾ ഞാൻ നടത്തുന്ന മടങ്ങിയെത്താം നവമിയിലേക്കും ആളുകൾ ആജ്ഞയിലേക്കും ഒക്കെ. ഇപ്പൊ നമ്മൾ കണ്ട ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തുറക്കാർക്ക് ഈ 10-ാം ദിവസം നമ്മുടെ തിരുവോണ നാളിനേക്കാൾ പ്രാധാന്യം അവരുടെ ഓണ ദിവസം എന്ന് പറയുന്നത് ഈ അത്തം ദിനമാണ്. ഇന്നത്തെ ആഘോഷങ്ങളും പരിപാടികളുമാണ്. നമ്മൾ തെക്കിന്റെ പടയണി മുതൽ വടക്കിന്റെ മലബാറിന്റെ തെയ്യവും തിറയും ഒക്കെ കണ്ടു. അങ്ങനെ കേരളത്തിലെ തനത് കലാരൂപങ്ങളുടെ ഒരു സമ്മേളനം, അത് ഇന്നത്തെ ദിവസം അവിടെ തൃപ്പൂണിത്തുറയിൽ കാണാൻ കഴിയുമെന്നതാണ് വലിയൊരു സവിശേഷത. അങ്ങനെ വർണ്ണാഭമായ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം ആ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.